നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ കെയർ മേഖലയ്ക്ക് ധനസമാഹരണം നടത്തുന്നതിനായി 18 ബില്യൺ പൗണ്ട് വരെ വരുന്ന ഡെത്ത് ടാക്സ് ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറി പ്രധാനമന്ത്രി ND ബേണം. ഇൻഹെറിറ്റൻസ് ടാക്സ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുമെന്ന പ്രചരണം ശക്തമാകുകയും അതിനെതിരെ പ്രതിഷേധം കനക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തന്റെ പദ്ധതികൾക്ക് ആവശ്യമായ ധനം സമാഹരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകാതെ വേണം. നിലവിലെ ഇൻഹെറിറ്റൻസ് ടാക്സിന് പകരമായി ഉടമയുടെ മരണശേഷം എല്ലാ സ്വത്തുക്കളുടെയും 10% നാഷണൽ കെയർ ലെവിയായി ഈടാക്കണമെന്ന ആവശ്യം നേരത്തെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും ഈ നിർദ്ദേശത്തെ അനുകൂലിക്കുകയാണ് അദ്ദേഹം എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ അത്തരമൊരു നിയമം കൊണ്ടുവരുന്നതിന് ബേണമിന് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് നേജൽ ഫരാജ് ഡെത്ത് ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ ഘട്ടത്തിലും അതിനെ എതിർക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടോ സർക്കാരിന്റെ വായ്പാ പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടോ ഉള്ള സോഷ്യൽ കെയർ മേഖലയിലെ ഒരു പരിഷ്കാരങ്ങളെയും പിന്താങ്ങില്ല എന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബാഡ്നോക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപയോക്താക്കൾക്ക് സോഷ്യൽ കെയർ സൗജന്യമാക്കുന്നതിനുള്ള ND ബേണമിന്റെ പദ്ധതി സർക്കാരിന് പ്രതിവർഷം 18 ബില്യൺ പൗണ്ടിന്റെ അധിക ചിലവ് വരുത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് കണ്ടെത്തുന്നതിനായി മരണമടയുന്ന വ്യക്തികളുടെ സ്വത്തുക്കളുടെ 10% മരണ നികുതിയായി ഈടാക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ രാജ്യത്തെ സോഷ്യൽ കെയർ മേഖലയെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകമനസ്സോടെ ചിന്തിച്ച് പോംവഴി കണ്ടെത്തണമെന്ന ആഹ്വാനം നൽകുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പോർട്ട് സ്മിത്ത് നാവിക ആസ്ഥാനത്തെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഉണ്ടായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സോഷ്യൽ കെയർ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഈ ആഴ്ച അവസാനത്തോടെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2010 ഗോഡൌൺ ബ്രൗണിന്റെ മന്ത്രിസഭയിൽ ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കെ സോഷ്യൽ കെയർ മേഖല പരിഷ്കരിക്കുന്നതിന് ബേണം തുനിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വന്ന കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും നയങ്ങളും തള്ളിക്കളയുകയായിരുന്നു. ഏകദേശം ഒരു വർഷത്തിലേറെ കാലത്തിനു ശേഷം ദേശീയാടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേ ലേബർ പാർട്ടി റിഫോം UKയെ പിന്തള്ളി ജനപ്രീതിയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തി. ND ബേണം പ്രധാനമന്ത്രിയായതിനോട് അനുകൂലമായ അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത് എന്നതിന്റെ വ്യക്തമായ സൂചന. ഇപ്പോൾ ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നാൽ 28% ബ്രിട്ടീഷ് വോട്ടർമാർ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. റിഫോം UKയുടെ ജനപിന്തുണ 24% കുറയുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ലേബർ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും ഈ അഭിപ്രായ സർവേയിലായിരുന്നു. മോർ ഇൻ കോമൺ ആണ് ഈ സർവേയുടെ നടത്തിപ്പുകാർ. അതേസമയം അധികം താമസിക്കാതെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തും എന്ന കിംവദന്തികൾ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വിലയിരുത്തി ജനങ്ങൾ 2024 വോട്ട് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി. ജനങ്ങളുടെ ആ വിധി താൻ മാനിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ റിഫോം UKയുടെ തളർച്ചയും ലേബർ പാർട്ടിയുടെ ജനപിന്തുണയിലുള്ള വർധനവും മുതലാക്കാൻ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിന് ബേണം മുതിർന്നേക്കും എന്നാണ് മിക്ക രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും വാറ്റ് ഒഴിവാക്കിയതും അതിഥി സൽക്കാര മേഖലയിൽ നികുതി നിരക്ക് കുറച്ചതും ബസ് ഫെയർ ക്യാപ് കുറച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ അനുകൂല ഘടകങ്ങൾ ഉപയോഗിച്ച് 5 വർഷം എന്ന പൂർണ്ണ കാലാവധി നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിൽ പൂർത്തിയാക്കാൻ ബേണം ശ്രമിച്ചേക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്നും വാറ്റ് ഒഴിവാക്കിയതും അതിഥി സൽക്കാര മേഖലയിൽ നികുതി കുറച്ചതും ബസ് ഫെയർ ക്യാപ് കുറച്ചതുമൊക്കെ അദ്ദേഹത്തിന്റെ ജനപിന്തുണ വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ അനുകൂല ഘടകങ്ങൾ ഉപയോഗിച്ച് 5 വർഷം എന്ന പൂർണ്ണ കാലാവധി നമ്പർ 10 ഡൗൺ സ്ട്രീറ്റിൽ പൂർത്തിയാക്കാൻ ബേണം ശ്രമിച്ചേക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുവാനും സൈനികർക്ക് സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ബ്രിട്ടീഷ് സൈന്യം അത്യാധുനിക ചാര ഡ്രോൺ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്നു. UK കമ്പനിയായ ടെക്കവേഴ്സ് വികസിപ്പിച്ച AR-5 നിരീക്ഷണ ഡ്രോണുകൾ കരസേനയുടെ ഭാഗമാകുന്നതിന് 400 ദശലക്ഷം പൗണ്ടിന്റെ വൻ പദ്ധതിക്ക് രൂപം നൽകി. 2014 മുതൽ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു വരുന്ന വാച്ച് കീപ്പർ ഡ്രോണുകൾ പ്രവർത്തന കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് അതിനേക്കാൾ ഏറെ കാര്യക്ഷമമായ AR-5 ഡ്രോണുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്യാമറകളും അത്യാധുനിക സെൻസറുകളും ഉൾപ്പെടെ 50 കിലോഗ്രാം വരെയുള്ള നിരീക്ഷണ ഉപകരണങ്ങൾ വഹിക്കാൻ ഈ ഡ്രോണുകൾക്ക് കഴിയും. മുൻകാല ഡ്രോണുകളേക്കാൾ കൂടുതൽ സമയം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്നതിനാൽ യുദ്ധക്കളത്തിൽ തത്സമമായ വിവരശേഖരണവും സാധ്യമാകും. സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും നിർണായക തീരുമാനങ്ങൾ തൽക്ഷണം കൈക്കൊള്ളുന്നതിനും കമാൻഡർമാർക്ക് ഇത് വലിയ സഹായകമാകും. റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഉക്രൈൻ സായുധ സേന വിജയകരമായി ഉപയോഗിച്ച ഡ്രോണുകളാണ് ഇവ. കേവലം ഒരു നിരീക്ഷണ ഉപകരണം നൽകുന്നതിലുപരി കോർവസ് പദ്ധതിയിലൂടെ സൈന്യത്തിൽ സ്വയം പ്രവർത്തിത സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയാണ് ടെക്കർവർ ലക്ഷ്യമിടുന്നത്. ഇതൊരു ഡ്രോൺ പ്ലാറ്റ്ഫോം മാത്രമായി കാണാനാകില്ല. ശത്രുക്കളേക്കാൾ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കാൻ സഹായിക്കുന്ന പരമാധികാര സാങ്കേതിക ശേഷി കെട്ടിപ്പടുക്കലാണ് ഇതെന്നും ടെക്കവർ UK മാനേജിംഗ് ഡയറക്ടറായ കാൽബ്രു വ്യക്തമാക്കി.
പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം കൈപ്പറ്റുന്ന NHS മാനേജർമാരുടെ എണ്ണം ഒരു വർഷത്തിനിടെ ഇരട്ടിയായി. 3 ലക്ഷം പൗണ്ടിലേറെ വരുമാനം നേടുന്ന ഉദ്യോഗസ്ഥർ തടിച്ചു കൊഴുക്കുന്നതിനെതിരെ വിമർശനം രൂക്ഷം. ഉദ്യോഗസ്ഥർ തടിച്ചു കൊഴുക്കുന്നത് അവസാനിക്കുമെന്ന ലേബർ വാഗ്ദാനം നിലനിൽക്കുമ്പോഴാണ് ഇത്. ഹെൽത്ത് സർവീസിൽ ഏകദേശം 600 ഉദ്യോഗസ്ഥരാണ് പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം കൈപ്പറ്റുന്നതെന്നാണ് കണക്ക്. ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥർ £500,000 വരുമാനം നേടുന്നു. NHS ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി പരിഗണിക്കുന്ന മെറ്റേണിറ്റി മരണങ്ങൾ നേരിട്ട ഒരു ആശുപത്രിയിലെ ചീഫ് നഴ്സ് 7,17,000 പൗണ്ടാണ് വരുമാനം നേടിയത്. ടാക്സ് പേയേഴ്സ് അലവൻസ് തയ്യാറാക്കിയ NHS റിച്ച് ലിസ്റ്റിൽ 1603 സീനിയർ മാനേജ്മെന്റ് അംഗങ്ങൾ 2024-25 വർഷത്തിൽ 6 ശമ്പളം നേടി. മുൻ വർഷത്തേക്കാൾ 4% കൂടുതലാണ് ഇത്. ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ NHS എക്സിക്യൂട്ടീവുമാർ നികുതിദായകരുടെ പണം വിഴുങ്ങുകയാണ് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയ ആനി സ്ട്രിക്ലാൻഡ് ചൂണ്ടിക്കാട്ടി. NHS സേവനങ്ങൾ മെച്ചപ്പെടുന്നുണ്ട് എങ്കിലും ബമ്പർ ശമ്പളങ്ങൾ നൽകുന്നത് വർദ്ധിക്കുകയാണ്. ഇതിനിടെ ചികിത്സയ്ക്കുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് വീണ്ടും ഉയരുകയാണ്. മെയ്യിൽ 7.28 മില്യനാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. A&Eയിലെത്തുന്ന 0.5% രോഗികളും 4 മണിക്കൂറിലേറെയാണ് കാത്തിരിപ്പ്. ഗർഭിണികൾക്ക് നൽകുന്ന പതിവ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത് ബ്രിട്ടീഷ് സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. നിലവിലുള്ള 12 ആഴ്ചയും 20 ആഴ്ചയും നടക്കുന്ന പരിശോധനകൾക്ക് പുറമെ ഗർഭകാലത്ത് കൂടുതൽ സ്കാനിങ്ങുകൾ ഉൾപ്പെടുത്തുന്ന കാര്യം ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയാണ്. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചാ പ്രശ്നങ്ങളും ആരോഗ്യ സങ്കീർണതകളും നേരത്തെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അടുത്തിടെ പ്രസവ പരിചരണ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് പുതിയ പരിഷ്കാര നിർദ്ദേശങ്ങൾ എത്തിയത്. ചില ആശുപത്രികൾ മാതൃശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗർഭിണികൾക്ക് കൂടുതൽ നിരീക്ഷണവും പരിശോധനയും ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന നിലപാടിലാണ് ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ നിർദ്ദേശം നടപ്പായാൽ ഗർഭകാല സങ്കീർണതകൾ നേരത്തെ കണ്ടെത്താനും ചികിത്സ വേഗത്തിലാക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കൂടുതൽ സ്കാനിംഗ് ഏത് ഘട്ടങ്ങളിൽ നൽകണം, അത് രാജ്യവ്യാപകമായി എങ്ങനെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. സർക്കാർ വിശദമായ ആലോചനകൾ തുടരുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. UK-യിൽ മലയാളി സമൂഹത്തിന് അഭിമാനമായി 12-കാരി നൗറ അഫ്സിൻ സനൂജ്. കൊല്ലം സ്വദേശിയായ നൗറിൻ ഈസ്റ്റ് റൈഡിംഗ് ഓഫ് യോർക്ക്ഷയർ കൗൺസിലിന്റെ ആദ്യത്തെ യങ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം മാടൻ നട മിൻഷാൻ മൻസിൽ അഫ്സിൻ സനൂജ് സെയ്ദ് മുഹമ്മദിന്റെയും ബെനീറ്റയുടെയും മകളാണ് നൗറിൻ. നിലവിൽ UK-യിലെ സൗത്ത് ഹൻസ്ലി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നൗറിൻ 3ാം ക്ലാസ് വരെ തൃശൂരിലെ ഡോൺ ബോസ്കോ സ്കൂളിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത്. കുടുംബം വർഷങ്ങളായി UK-യിലാണ് താമസിക്കുന്നത്. നൗറിന്റെ പിതാവ് ഹൽ നഗരത്തിൽ എഞ്ചിനീയറായും മാതാവ് അക്കൗണ്ടന്റായും ജോലി ചെയ്യുന്നു. സഹോദരൻ അമീൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 1 വർഷമാണ് യങ് മേയറുടെ കാലാവധി. യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും കൗൺസിലിലേക്ക് എത്തിക്കുക, ദേശീയ പ്രാദേശിക ദിനാഘോഷങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും ചെയർമാനോടൊപ്പം പങ്കെടുക്കുക, യുവജനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിന് പാലമായി പ്രവർത്തിക്കുക തുടങ്ങിയ പ്രധാന ഉത്തരവാദിത്വങ്ങളാണ് യങ് മേയറിനുള്ളത്. പ്രായം കുറഞ്ഞ ഈ നേട്ടത്തിലൂടെ UK-യിലെ മലയാളി സമൂഹത്തിനും പ്രത്യേകിച്ച് കൊല്ലം സ്വദേശികൾക്കും അഭിമാന നിമിഷമാണ് നൗറിൻ സമ്മാനിച്ചിരിക്കുന്നത്. വെറുമൊരു അക്കാദമിക് ബിരുദം മാത്രം കൊണ്ട് ഇനി കാര്യമില്ല. 14ാം വയസ്സിൽ തന്നെ വിദ്യാർത്ഥികളെ നാളത്തെ തൊഴിൽ മേഖലയ്ക്ക് പ്രാപ്തരാക്കാൻ വൻ പദ്ധതിയുമായി ബ്രിട്ടീഷ് സർക്കാർ എത്തുകയാണ്. പരമ്പരാഗത വിദ്യാഭ്യാസത്തിനൊപ്പം പ്രാദേശിക വ്യവസായ ആവശ്യങ്ങൾക്കായ പ്രായോഗിക പ്രാവീണ്യം കൂടി കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതാണ് പുതിയ പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി 14 വയസ്സുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ അല്ലെങ്കിൽ സാങ്കേതിക വിഷയങ്ങൾ പ്രത്യേക പരിശീലനം നൽകും. പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങൾ നൽകുന്ന തത്സമയ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുവാനും ഇവർക്ക് അവസരമുണ്ടാകും. 16ാം വയസ്സിലെത്തുമ്പോൾ അപ്രന്റീസ്ഷിപ്പ് വേണമോ അതോ കോളേജ് കോഴ്സ് വേണമോ എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടാക്കാൻ പദ്ധതി കുട്ടികളെ സഹായിക്കും. കേന്ദ്രീകൃത തീരുമാനങ്ങൾക്ക് പകരം ഓരോ പ്രദേശത്തും വളർന്നു വരുന്ന വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. പ്രാദേശിക പ്രാധാന്യമനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജി, ലൈഫ് സയൻസസ്, ക്ലീൻ എനർജി, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് എന്നീ മേഖലകളിലാണ് പ്രായോഗിക പരിശീലനം നൽകുക. വൻകിട സാമ്പത്തിക പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോളേജ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനായി £570 മില്യൺ സാമ്പത്തിക സഹായവും സ്കൂൾ ഫണ്ടിങ്ങിനായി 4.7 ബില്യൺ പൗണ്ടിന്റെ വർധനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ചെറുപ്പക്കാർക്കുള്ള അപ്രന്റീസ്ഷിപ്പുകളിൽ ഉണ്ടായ 40% കുറവ് നികത്താൻ 50,000 പുതിയ യൂത്ത് അപ്രന്റീസ്ഷിപ്പുകൾ സൃഷ്ടിക്കും. കൂടാതെ യുവാക്കൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന യൂത്ത് ഗ്യാരണ്ടി പദ്ധതി നടപ്പിലാക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ജനറൽ സ്കൂളിൽ 60,000 സ്പെഷ്യലിസ്റ്റ് സീറ്റുകൾ സൃഷ്ടിക്കാൻ 3.7 ബില്യൺ പൗണ്ട് നീക്കിവെക്കും. ഇത് കുട്ടികൾക്ക് വീടിനടുത്തു തന്നെ ശാന്തമായി പഠനാന്തരീക്ഷം ആവശ്യമായ പിന്തുണയും ഉറപ്പാക്കും. സ്കൂളുകൾ കുട്ടികളെ തൊഴിൽ രംഗത്തേക്ക് എത്രത്തോളം മികച്ച രീതിയിൽ സജ്ജമാക്കുന്നു എന്ന് വിലയിരുത്താനുള്ള
ചുമതല വിദ്യാഭ്യാസ നിരീക്ഷണ ഏജൻസിയായ ഓപ്സിഡിനാണ് നൽകിയിരിക്കുന്നത്. അക്കാദമിക് കോഴ്സുകൾക്ക് നൽകുന്ന അതേ പ്രാധാന്യവും പദവിയും സാങ്കേതിക വിദ്യാഭ്യാസത്തിനും ഇനി ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ കോഡിംഗോ നിർമ്മാണ മേഖലയോ അക്കാദമിക് വിഷയങ്ങളോ ഏത് തിരഞ്ഞെടുത്താലും അവർക്ക് അർഹമായ ബഹുമാനവും നൈപുണ്യവും ഉറപ്പാക്കുമെന്നും വിദ്യാഭ്യാസത്തിലെ അനിശ്ചിതത്വങ്ങൾ അവസാനിപ്പിച്ച് ചെറുപ്പക്കാർക്ക് ജോലിയിലേക്ക് വ്യക്തമായ വഴിയൊരുക്കാനാണ് ഈ പരിഷ്കരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPM സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ജനകീയ നേതാവുമായ VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികവും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോരാടുന്ന ഇന്ത്യയുടെ യുവതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സമീക്ഷ UK ഒരു ഓൺലൈൻ യോഗം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4:30 തുടങ്ങിയ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ സഖാവ് M സ്വരാജ്, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും SFI സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് M ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. സഖാവ് M സ്വരാജിന്റെ അനുസ്മരണ പ്രഭാഷണത്തിൽ പോരാട്ടത്തിന്റെ പ്രതീകമായിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ ജീവിതവും പോരാട്ടവീര്യവും ജനങ്ങൾക്കായി അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും അനുസ്മരിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വരും തലമുറയ്ക്ക് സഖാവ് VSന്റെ ജീവിതം എന്നും ഒരു പ്രചോദനമാകുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് സഖാവ് M ശിവപ്രസാദ് ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലവും നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രസക്തിയും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള ജനാധിപത്യ പോരാട്ടങ്ങളുടെ ആവശ്യകതയും വിശദീകരിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ചുകൊണ്ട് വരും തലമുറയെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.